ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഒരു ഇംഗ്ലീഷ് പാസേജ് വായിച്ചിട്ട് അതിൻ്റെ പർപ്പസ് എങ്ങനെ കണ്ടുപിടിക്കാം. എപ്പോഴും റീഡിങ്ങിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ പാസേജിൻ്റെ ഈ പർപ്പസ് എന്താണെന്നുള്ളത്. അത് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എപ്പോഴും റീഡിംഗ് പാസേജ് വരുമ്പോൾ എല്ലാവർക്കും വരുന്ന ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്സ്റ്റ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്ന് ഇന്ന് മനസ്സിലാക്കാം. അതോടൊപ്പം നിങ്ങളുടെ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യട്ടോ. അപ്പോൾ ഞാനൊരു പാരഗ്രാഫ് വായിക്കുവാണ്. ഗിവിങ് എ പ്രസൻറ്റേഷൻ ഈസ് എ ഗുഡ് വേ ടു ഷോ. പ്രസൻറ്റേഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല വേ ആണ് ടു ഷോ, അത് കാണിക്കാൻ വേണ്ടി. എന്തിന്? വാട്ട് യു നോ, നിനക്ക് എന്താണോ അറിയാവുന്നത്. വാട്ട് യു നോ, നിനക്ക് എന്താണെന്ന് അറിയാവുന്നത്. ആൻഡ് ബിൽഡ് യുവർ കോൺഫിഡൻസ്, നിന്റെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും പറ്റിയതാണ് ഗിവിങ് എ പ്രസൻറ്റേഷൻ. സോ യു ഷുഡ് ട്രൈ ടു ടേക്ക് എവറി ചാൻസ്. നീ എല്ലാ ചാൻസും നീ അത് ട്രൈ ടു ടേക്ക്, നീ എടുക്കാൻ ശ്രമിക്കണം. ടു പ്രസന്റ്, നമ്മുടെ കഴിവ് നമ്മൾ പ്രസന്റ് ചെയ്യാൻ നമ്മൾ ട്രൈ ചെയ്യണം. വെൻ യു സ്പീക്ക് ഇൻ ഫ്രണ്ട് ഓഫ് അതേഴ്സ്, നീ മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ പീപ്പിൾ ലിസൺ ടു യുവർ ഐഡിയാസ്, ആൾക്കാർ നിങ്ങളുടെ ഐഡിയാസ് അവർ ശ്രദ്ധിക്കും. ആൻഡ് സീ ദാറ്റ് യു ക്യാൻ സ്പീക്ക് ക്ലിയർലി ആൻഡ് ലീഡ്. അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ നമ്മൾ പ്രസന്റ് ചെയ്യുമ്പോൾ അവർക്ക് യു ക്യാൻ സ്പീക്ക് ക്ലിയർലി, നിനക്ക് നന്നായിട്ട് സ്പീക്ക് ചെയ്യാൻ, ക്ലിയർലി സ്പീക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എ പ്രസൻറ്റേഷൻ ഹെൽപ്സ് യു, നിങ്ങളെ ഒരു പ്രസൻറ്റേഷൻ എന്തിന് ഹെൽപ്പ് ചെയ്യും? യു മേക്ക് എ ഗുഡ് ഇംപ്രഷൻ, നല്ലൊരു ഇംപ്രഷൻ എന്നിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഹെൽപ്പ് യു മേക്ക് എ ഗുഡ് ഇംപ്രഷൻ, നല്ലൊരു ഇംപ്രഷൻ ഉണ്ടാക്കാൻ സാധിക്കും. യുവർ വോയിസ്, നിങ്ങളുടെ വോയിസ്, എക്സാമ്പിൾസ് ആൻഡ് എനർജി, നിങ്ങളുടെ എനർജി ക്യാൻ ഇൻസ്പയർ പീപ്പിൾ, മറ്റുള്ള ആൾക്കാരത് ഇൻസ്പയർ ചെയ്യാൻ പറ്റും. ഇറ്റ് മേ ഫീൽ ഹാർഡ് അറ്റ് ഫസ്റ്റ്, ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഫസ്റ്റ് ടൈമിൽ അത് ഹാർഡായിട്ട് തോന്നാം. ബട്ട് ഈച്ച് ടൈം, ഓരോ സമയത്തും നീ പ്രസന്റ് ചെയ്യുമ്പോൾ യു ബിക്കം ബെറ്റർ, നീ നല്ല ബെറ്റർ ആയിട്ട് മാറും. ആൻഡ് മോർ കോൺഫിഡൻറ്റ്, നമ്മൾ ഓരോ സമയത്തും പ്രസന്റ് ചെയ്യുമ്പോഴും നമ്മൾ മോർ കോൺഫിഡൻ്റ് ആയിട്ട് മാറും. വെൻ യു ചൂസ് ടു പ്രസന്റ്, നിങ്ങൾ എപ്പോഴാണോ ഒരു പ്രസന്റേഷന് വേണ്ടി തയ്യാറെടുക്കുന്നത്, യു ആർ നോട്ട് ഓൺലി ഷെയറിങ് യുവർ ഇൻഫർമേഷൻ, യു ആർ നോട്ട് ഓൺലി ഷെയറിങ്, നിങ്ങളുടെ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, അവിടെ നമ്മൾ ചേർക്കണം നോട്ട് ഓൺലി. യു ആർ ഷോയിങ് ദാറ്റ്, പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ കാണിക്കുന്നത്? യു ആർ ഷോയിങ് ദാറ്റ്, എന്താണ് കാണിക്കുന്നത്? യുവർ ഐഡിയാസ് ആർ ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ ഐഡിയാസ് നമ്മളവിടെ കാണിക്കുന്നു, ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്നു. യു ഡിസേർവ് ടു ബി ഹേർഡ്, ഇപ്പം നമ്മൾ പറയുന്ന ഐഡിയാസ് മറ്റുള്ളവരിലോട്ട് എത്തിക്കുകയും അത് മറ്റൊരാൾക്ക് അത് ഡിസേർവ്, ചിലപ്പോൾ അത് അവർക്ക് അംഗീകരിക്കാൻ പറ്റുന്നതായിരിക്കും, അവർക്ക് പഠിക്കാൻ പറ്റുന്ന കഴിവുകളെ നമ്മൾ മറ്റുള്ളവരിലോട്ട് പ്രസന്റ് ചെയ്യുകയാണ് ഒരു പ്രസന്റേഷൻ ചെയ്യുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് നിങ്ങൾക്ക് തന്നു. അപ്പം എന്തിനെ പറ്റി ഒരു ടെക്സ്റ്റ്, റീഡിംഗ് പാസേജിൽ ടെക്സ്റ്റ് തന്നു കഴിഞ്ഞാൽ അത് എന്ത് ടൈപ്പ് ആണ് ടെക്സ്റ്റ് ആണെന്ന് ചിലപ്പോൾ ചോദിക്കും. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ദിസ് ടെക്സ്റ്റ്, അതെപ്പോഴും വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പർപ്പസ് മനസ്സിലാക്കാൻ നമ്മളിപ്പോൾ ഈ ഒരു പാസേജിൽ ഫുൾ യൂസ് ചെയ്തേക്കുന്നത് നിനക്ക് അതിന് പറ്റും, നിനക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റും, നിന്റെ കോൺഫിഡൻസ് കൂടും, അങ്ങനെയുള്ള നിന്റെ എന്നുള്ള വേർഡ് വെച്ചിട്ട് നമ്മളൊരു പെർസ്വേഷൻ ചെയ്യുകയാണ്. പെർസ്വേറ്റീവ് ടെക്സ്റ്റ് എന്നാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പർപ്പസ് ഓഫ് ടെക്സ്റ്റ് എന്ന് കൊടുത്തിട്ട് പെർസ്വേറ്റീവ് ആണോ, ഇൻസ്ട്രക്റ്റീവ് ആണോ, ഡിസ്ക്രിപ്റ്റീവ് ആണോ, അങ്ങനെ കുറച്ച് അവർ ക്വസ്റ്റ്യൻ തരും. അതിൽ ഇതേപോലെയുള്ള ടെക്സ്റ്റുകൾ നമ്മൾ ഒരാളെ പെർസ്വേഡ് ചെയ്യുവാണ്, നിനക്കതിന് ചെയ്യാൻ പറ്റും, നിന്റെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യും, നിനക്ക് പ്രസൻറ്റേഷൻ ചെയ്യാൻ പറ്റും, അങ്ങനെ നീ എന്ന് കുറേ സ്ഥലത്ത് യൂസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരാളെ പെർസ്വേഡ് ചെയ്യുവാണ്. അപ്പോൾ അത് ഈ പർപ്പസ് ഓഫ് ടെക്സ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ പെർസ്വേറ്റീവ് ടെക്സ്റ്റ് എന്നാണ് നമ്മൾ ആൻസർ കൊടുക്കേണ്ടത്. അതല്ലാതെ ഇൻസ്ട്രക്റ്റീവ് ടെക്സ്റ്റ് ഉണ്ട്. അങ്ങനെ കുറച്ച് ഓരോ പാസേജും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ഇത് ഏത് ടൈപ്പ് ടെക്സ്റ്റാണെന്നുള്ളത് നമ്മൾ തന്നെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ ഒരുപാട് ഇംഗ്ലീഷ് ക്ലാസ്സും മാത്സ് ക്ലാസ്സും എടുക്കുന്നുണ്ട്. എൻ്റെ യൂട്യൂബ് ചാനൽ വാച്ച് ചെയ്യുക. നിങ്ങൾക്ക് നന്നായിട്ട് ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനും പറ്റും. അതുപോലെ ഇംഗ്ലീഷ് റീഡിങ്ങിൽ വരുന്ന ഓരോ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.